നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിവിടെ എടുക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രമേ സ്വീകരിക്കാവൂ. അല്ലാത്തതൊക്കെ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമില്ല, നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ആവശ്യമില്ലാത്ത റീഡിങ്സ് ഒന്നും കണ്ടിട്ട് നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് വലിച്ചു വെക്കാണ്ട് ഇരിക്കുക. ഈ ഒരു റീഡിങ്ങായിട്ട് നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീലാകാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ വ്യക്തിയുടെ പേരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഉപയോഗിച്ച് കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റാണ് തയ്യാറാക്കി നൽകുന്നത്. നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ എനർജിയും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിച്വൽസും വേറെ കുറച്ച് കാര്യങ്ങളും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ബ്രേസ്ലെറ്റിനും റിച്വൽസിനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. പേഴ്സണൽ റീഡിംഗ് എടുത്ത് നിങ്ങളുടെ കാര്യത്തിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു ക്ലിയർ പിക്ചർ എടുത്തതിന് ശേഷം വേണം ഏത് സൊല്യൂഷനാണ് ആ ഒരു സിറ്റുവേഷനിൽ വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. ഓക്കെ, നമുക്കപ്പം റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. 8 ഓഫ് പെൻറ്റക്കിൾസ്, ദ സ്ട്രെങ്ത് കാർഡ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് വാൻഡ്സ്, ദ ഡെവിൾ കാർഡ്, 2 ഓഫ് വാൻഡ്സ്, ദ സൺ കാർഡ്, 9 ഓഫ് സോഡ്സ്, 10 ഓഫ് സോഡ്സ്, 7 ഓഫ് സോഡ്സ്. ഇവിടെ റീഡിങ്ങിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ കാണാൻ സാധിക്കുന്നത്, ഇവിടെ നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ദേഷ്യ മനോഭാവമാണ് ഉള്ളിലുള്ളത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് സെൽഫിഷ്നെസ് ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഇവിടെ കാണുന്നത്. അവരവരുടെ സ്വന്തം കാര്യത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മുമ്പോട്ട് ജീവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ അവർ വാല്യൂ കൊടുക്കുന്നത് സാമ്പത്തികത്തിന് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് കൂടുതൽ സാമ്പത്തികം എവിടെ കിട്ടുന്നുവോ അല്ലെങ്കിൽ എവിടെ കാണുന്നുവോ അതിലേക്ക് അട്രാക്ഷൻ കൂടുതലുള്ള ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ള സമയത്താവാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പല തവണയും നിങ്ങളൊന്ന് കൺവിൻസ് ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് ഒരു സഹായം ലഭിക്കുവാനും, അല്ലെങ്കിൽ ഒരു ജോലിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആഭരണമാകാം, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തു ആവാം, അല്ലെങ്കിൽ പണം തന്നെ ആവാം, അതിന് വേണ്ടിയിട്ട് നിങ്ങളെ നിരന്തരം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ടൈമിൽ മാത്രം നിങ്ങളുടെ അടുത്ത് കുറേ സ്നേഹപ്രകടനം നടത്തുന്നതായിട്ടും കാണുന്നുണ്ട്. അല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ മുമ്പോട്ട് ഈ ഒരു റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതലും ഈ ഒരു റീഡിങ് റെസൊണേറ്റ് ആവുന്നത് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിലായിരിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആർക്കോ വേണ്ടിയിട്ട് എന്തിനോ വേണ്ടിയിട്ട് താല്പര്യമില്ലാതെ നിങ്ങളുടെ വ്യക്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ നിങ്ങളുമായിട്ട് വഴക്കിടാൻ കിട്ടുന്ന ഒരവസരങ്ങളും നിങ്ങളുടെ വ്യക്തി കളയുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് വഴക്കിടാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കോൺവെർസേഷൻ എങ്ങനെയെങ്കിലും ഒരു വഴക്കിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി ഒരുപാട് ട്രൈ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അറിയാൻ സാധിക്കും, നിങ്ങൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. വെറുതെ സംസാരിച്ച് ഏതോ ഒരു കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്നത് വലിയൊരു വഴക്കിൽ, പരസ്പര വിരുദ്ധമായിട്ടുള്ളൊരു വഴക്കിലായിരിക്കും അവസാനിക്കുന്നത്. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക്, അത് നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, വൈഫാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഏത് വ്യക്തിയാവാം, ഫ്രണ്ട്സ് ആവാം, വീട്ടിൽ അച്ഛനമ്മമാർ, അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ, ഇങ്ങനെയുള്ള ആരും ആവാം. ഇവിടെ നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളുടെ അടുത്തൊരു വൈരാഗ്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു ഡബിൾ എനർജി അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു പക്ഷേ അവർക്ക് നിങ്ങളോടുള്ള ദേഷ്യമാകാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം എന്നൊക്കെയുള്ള നിരന്തരമായിട്ടുള്ള ഒരു ചിന്തയിൽ നിന്ന് വന്നിട്ടുള്ളൊരു എനർജി ആവാം. അല്ലെങ്കിൽ പുറത്ത് നിന്ന്, അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടാത്ത ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുള്ളൊരു ബ്ലാക്ക് മാജിക് ആകാം. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു പുരുഷനാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിരിക്കുന്നത് ഒരു സ്ത്രീ ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു സ്ത്രീ ആണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിരിക്കുന്നത് ഒരു പുരുഷനായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു പക്ഷെ ചിന്തിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും, നിങ്ങളുടെ വ്യക്തി ആരുടെയോ ആഗ്രഹം പ്രകാരം പല കാര്യങ്ങളും ചെയ്യുന്നു. ആരെയൊക്കെ പിണക്കാൻ ആഗ്രഹിക്കുന്നില്ല, വേറെ വ്യക്തികളുടെ ആഗ്രഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് തരുന്നില്ല, നിങ്ങളുടെ വാക്കിനൊരു വില കൊടുക്കുന്നില്ല, നിങ്ങളുടെ അടുത്ത് നിരന്തരം കള്ളം പറയുന്നു. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ നിങ്ങൾ പറയുന്ന വ്യക്തിയുടെ അടുത്ത് സംസാരിക്കരുത് എന്നിപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് അവരുടെ അടുത്ത് കോണ്ടാക്റ്റ് വെക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പേഴ്സണിനെ ഒരു പക്ഷേ അറിയായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന പേഴ്സൺ ആണ് എന്നുള്ളൊരു സംശയം ഉണ്ടാവാം. ആ ഒരു പേഴ്സണിന് നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി, ആരിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ളൊരു മനോഭാവം നോക്കുകയാണെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒളിച്ചോടണം, ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ അവർ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഉറക്കത്തിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളൊരു തോട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ ഒരു സംസാരം, നിങ്ങളുടെ സൗണ്ട്, നിങ്ങളുടെ സാന്നിധ്യം എല്ലാം അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ കോള് ചെയ്യുന്നുണ്ട്, അവരുമായിട്ട് സംസാരിക്കുമ്പോൾ, അവരെ കാണാൻ പോകുമ്പോൾ, അവരെ നേരിട്ട് നിങ്ങൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെയോ തരം ഒരു ഇറിറ്റേഷൻസ് ഫീൽ ചെയ്യുന്നു. എങ്ങനെയെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സംസാരം അവസാനിപ്പിച്ചിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള ഒരു പ്രവണത നിങ്ങളുടെ വ്യക്തി കാണിക്കുന്നുണ്ട്. കൂടുതൽ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ട് ആ ഒരു കോൺവെർസേഷൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം നിങ്ങളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. അവർക്ക് ആകെപ്പാടെ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഇറിറ്റേറ്റഡ് ആയി മാറുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ വ്യക്തിക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ഉയർച്ചയിൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവാൻ വേണ്ടി അവർ ഏതറ്റം വരെ പോകുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയും തമ്മിൽ ഒട്ടും മാച്ച് അല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ഓവറോൾ മാറ്റം നിങ്ങൾക്ക് തന്നെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണം. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തരുന്നുണ്ട്, ഒരുപാട് മാനസികമായി മുറിവേൽപ്പിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടെ നിങ്ങൾ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ എഫേർട്ട് ഇടുന്നത്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ഉണ്ടായാലും ഇത് അങ്ങോട്ട് തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും അവഗണന നേരിട്ടാലും അപമാനം നേരിട്ടാൽ പോലും നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്നുണ്ടെങ്കിൽ തന്നെ, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് തെറ്റും നിങ്ങളുടെ ഭാഗത്ത് ശരി എന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു വ്യക്തിയുടെ കാല് പിടിച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പോകരുത് എന്ന് പറയാൻ പോലും നിങ്ങൾക്കൊരു മടിയില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്
പല കാര്യങ്ങളും ത്യാഗം ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങളുടേത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ആരുടെടുത്തെങ്കിലും സംസാരിക്കുന്നത് ഇഷ്ടമില്ല, നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടമില്ല. എന്നിരുന്നാൽ തന്നെയും നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നതായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ കാല് പിടിക്കുന്നു. ഇപ്പോഴിപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കാല് പിടിക്കുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളുടെ വ്യക്തിയെ അറിയിക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ വ്യക്തിയിൽ ഒരു നെഗറ്റീവ് ഒരു ഇൻഫ്ലുവൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിയെ ചേസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ വ്യക്തിയെ ചേസ് ചെയ്യുന്നു അത്രത്തോളം അവർ നിങ്ങളുടെ അടുത്തുനിന്ന് ഡിറ്റാച്ച്ഡ് ആവുകയാണ്. അതായത് നിങ്ങളുടെ അടുത്തുനിന്ന് അകന്നു മാറി പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ആ എഫേർട്ട് ഉണ്ടാകുന്നത്. നിങ്ങൾക്കാണ് നിങ്ങളുടെ വ്യക്തിയെ വേണ്ടുന്നത്, അല്ലാതെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കുന്നു. ഇപ്പോൾ അവർ കാശ് ചോദിച്ചു കഴിഞ്ഞാലും സാമ്പത്തികം ചോദിച്ചാലും എവിടുന്നെങ്കിലും നിങ്ങൾ ഒപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് നിങ്ങളാണ് കിടന്ന് സഫർ ചെയ്യുന്നത്. നിങ്ങൾ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഓടുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കുറവും വരരുത് എന്നുള്ളൊരു ചിന്ത കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ മറ്റൊരാളെയാണ് സ്നേഹിക്കുന്നത്. ഇവിടെ നിങ്ങളോട് ഒരു സ്നേഹം കാണിക്കാത്തതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ചക്രാസ്, അതായത് 7 ചക്രാസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. നിങ്ങളുടെ എല്ലാ ചക്രാസും ഇവിടെ അസന്തുലിതാവസ്ഥയിൽ കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നില്ല, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നില്ല, നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കാത്ത രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു വാല്യൂ കൊടുക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ ഒരു വക വയ്ക്കാതെ, നിങ്ങളെ അപമാനിക്കാത്ത ഒരു വ്യക്തിയുടെ പിന്നാലെയാണ് പോകുന്നത്. അവർ എപ്പം നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാലും അവർ എപ്പോഴും നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക, അതായത് നിങ്ങളുടെ അടുത്ത് നിങ്ങളെ കൊണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ അവർ കോൾ ചെയ്യുകയോ നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ടൈം നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയെ വിട്ടു പോവുകയില്ല. അവരെന്തൊക്കെ ചെയ്താലും നിങ്ങളെ ഇട്ട് ചവിട്ടി തേച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾ ആ ഒരു വ്യക്തിയെ വിട്ട് പോവുകയില്ല. ഇപ്പം ചവിട്ടി തേച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ഒരുപാട് സഹിച്ച് രാത്രി ഉറക്കമില്ല, ഡിപ്രഷൻ സ്റ്റേജ്, നിങ്ങൾ ഒരു ആഹാരം പോലും കഴിക്കുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ വല്ലവർക്കും വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക. സ്വന്തമായിട്ട് നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ സ്നേഹം ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഇവിടെ പ്രോപ്പറായിട്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ നോക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് പലമാതിരി അസുഖങ്ങളുള്ളതായിട്ട്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പുറത്ത് വേദന ഉണ്ടാവാം, തലയിൽ സഹിക്കാൻ പറ്റാത്ത പെയിന്, കണ്ണിന് പെയിന്, നിങ്ങളുടെ മൂക്കിൻ്റെ ഭാഗത്ത് പെയിൻ. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും പനി ഉണ്ടാവാം. എന്നിരുന്നാൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ കെയർ കൊടുക്കുന്നില്ല. ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് പേർക്ക് തലവേദന ഉണ്ട്. ഈ തലവേദനയുള്ള വ്യക്തികൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും വന്നിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് തലവേദന വന്നിരിക്കുന്നത്. ആ ഒരു തലവേദന നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് കെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാറുകയുള്ളൂ. നിങ്ങൾ ആർക്കാണോ ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ അത് ആരും ആവട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, നിങ്ങളുടെ വൈഫ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാവാം, നിങ്ങളുടെ വീട്ടുകാരാവാം, ആരും ആവട്ടെ, ആ ഒരു പേഴ്സണിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക. അവർക്ക് ഏതൊക്കെ കാര്യത്തിലായിരുന്നു നിങ്ങൾ അവൈലബിൾ ആയിട്ടിരുന്നത് അവൈലബിൾ ആവണ്ട. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടൈമുണ്ട്. ആ ഒരു സമയം ആൾക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക.
നിങ്ങൾ വല്ലവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അടുത്ത് നീതി കാണിക്കാത്ത, നിങ്ങളെ അവഗണിക്കുന്ന, നിങ്ങളെ അപമാനിക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ നീതി കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ നീതി കാണിക്കുക. നിങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ സമയത്തിന് വാല്യൂ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായ പ്രോബ്ലംസൊക്കെ മാറ്റി നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണം എന്ന ആഗ്രഹമുണ്ട്, സ്വന്തമായിട്ട് നിങ്ങൾ മാറാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ഉറപ്പായിട്ടും ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാറാൻ താല്പര്യമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ചിന്തകൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നാണെങ്കിൽ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാനും നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആക്കാനും ഹീലിംഗ് അവൈലബിൾ ആണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആക്കി നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റും റിച്വൽസും എല്ലാം ലഭ്യമാണ് എന്ന്. അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. റിലേഷൻഷിപ്പ് ഹീലാവാൻ വേണ്ടിയിട്ടുള്ള, നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള, നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്കിത് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു തരുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആവട്ടെ, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ബ്ലാക്ക് മാജിക് കാരണം ജീവിതത്തിൽ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവാത്ത അവസ്ഥ, നിങ്ങളുടെ കരിയർ ബ്ലോക്കേജിന്, ഇതിനെല്ലാം കൃത്യമായിട്ട് റീഡിംഗ് എടുത്ത് എന്താണ് ബ്ലോക്കേജ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം പരിഹാരവും ചെയ്തു കൊടുക്കുന്നതാണ്. നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ടും റീഡിംഗ് എടുക്കുവാനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.